എല്ലാവർക്കും ഹൗസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു പോത്തിറച്ചിയുടെ ഹാർട്ട് വറുത്തതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പോത്തിന്റെ ഹാർട്ടാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടി ഇട്ടുണ്ട്, ഇറച്ചിയുടെ കറി മസാലപ്പൊടി. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മസാലയൊക്കെ ആക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോത്തിറച്ചിയുടെ ഹാർട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാളയും പിന്നെ മിളക്, നാളികേരക്കൊത്ത്, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചതച്ചെടുത്താണ്. പിന്നെ ജീരകം, കുരുമുളക്, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഏലക്ക, ക്രാമ്പ്, പട്ട ഇതൊക്കെ കൂടി ചതച്ചെടുത്തതാണ്. പൊടിച്ചിട്ടില്ല, പൊടി ചേർക്കുന്നില്ല, ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നാളികേരം വറക്കാം. വരട്ടിയെടുക്കാനാണ് കേട്ടോ പോത്തിറച്ചിയുടെ ഹാർട്ട്. ഒരു 250 ഗ്രാം ഉള്ളൂ. അത് വരട്ടിയെടുക്കാൻ വെച്ചു. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള എടുത്തിട്ടുള്ളൂ, ചെറിയ സവാള. അതോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് വറവാക്കാം. നാളികേരം അതിൻ്റെ കൂടെ തന്നെ കിടന്നോട്ട്. അത് കിടന്ന് അങ്ങനെ വറവായി ഇതും കൂടി കഴിഞ്ഞ് ഞാൻ ഉണങ്ങിയ തേങ്ങയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൊത്തി അധികം വറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജീരക ഇത് ഇടാം, പൊടികൾ ചതച്ചെടുത്തത്. ഒന്നിട്ടൊക്കെ അപ്പൊ നമ്മുടെ ഇതൊക്കെ പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പും പുതിനയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഹാർട്ട് വേവിച്ചത് ഇതിലേക്ക് കൊടുക്കണ്ട. കുറച്ച് ചാറോട് കൂടി ഉണ്ട്. ഞാൻ ഉപ്പിടാണ്ട് വേവിച്ചത് വേഗം വേവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടില്ല. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പോരങ്ങ പിന്നെ ഇട്ടു. ചെറിയ തീയിൽ കിടന്നിട്ട് സെറ്റാവും. എല്ലാം കൂടി മിക്സായി അങ്ങ് സെറ്റാവട്ടെ. സിമ്മിലിട്ടാൽ മതി. അപ്പൊ ഉപ്പും എല്ലാ മസാലയും കൂടി കണ്ട് പിടിച്ചോളും. നമുക്ക് മൂടി വെക്കാം കേട്ടാ. പകടന്ന് സെറ്റാട്ടെ. ചെറിയ തീയിലിട്ടുള്ളൂ. അപ്പൊ സെറ്റാവട്ടെ. അപ്പൊ നമ്മുടെ ഹാർട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നാളികേരപ്പൊട്ടും ഒക്കെ കൂടി മിക്സായി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ലേശം ഉപ്പ് നോക്കി നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഇനി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടാ. കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചാറ് വേണമെങ്കിൽ സ്വല്പം ചാറ് പോലെ ആക്കാം. അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഇതൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാണ്ടാവും. വരട്ടിയെടുക്കുക, ഫ്രൈ ആക്കി എടുക്കുക, അതൊക്കെ ടേസ്റ്റ്. വരട്ടിയെടുക്കുന്നത് ഇത് ടേസ്റ്റ് കിട്ടാം. നമ്മളിപ്പോ ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് നമുക്ക് സൈഡില് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ. തേങ്ങാക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ ജീരകമൊക്കെ എല്ലാം കൂടി ചതച്ചിടുക. ഞാൻ ഓഫാക്കാൻ പോകുന്നു. പാത്രത്തിലേക്ക് പാർട്ടാട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ ഹാർട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.